എന്ത് വീഡിയോ എടുക്കും? യെസ്, ഐഡിയ. ഹലോ, വെൽക്കം ബാക്ക് ടു രാരി സിസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വാട്ട്സ് ഇൻ അവർ മേക്കപ്പ് പൗച്ച് എന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് പൗച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെതല്ല, താത്താൻ്റെ മേക്കപ്പ് പൗച്ചാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് പൗച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് ചെയ്യണത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് നമുക്കറിയില്ല. ആദ്യം എൻ്റെയും താത്താൻ്റെയും മേക്കപ്പ് പൗച്ച് ഒരുമിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാതെ നമ്മൾ കുറേ ലോങ് ആക്കിയിട്ട് വീഡിയോ കുറേ ലോങ് ആക്കിയിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് ഒരാളത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് എൻ്റെത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ കുറേ പ്രൊഡക്ട്സ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മളിത് ഫുള്ളായിട്ട് യൂസ് ചെയ്യണതോ അല്ലെങ്കിൽ പൊട്ടിയായിട്ട് യൂസ് ചെയ്യണത് ആൾക്കാരൊന്നല്ല. നമ്മൾ റെയർ ആയിട്ട് യൂസ് ചെയ്യല്ല. നമ്മൾ ഫങ്ഷൻസിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും എന്നല്ലാണ്ട് സ്ഥിരമായിട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ഐലൈനർ യൂസ് ചെയ്യും എന്നല്ലാണ്ട് വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യലുണ്ട്, താത്ത ലിപ് ബാമേ യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പൗച്ച്. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ താത്ത കുറേ സാധനങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ വാങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. എൻ്റെ ഫസ്റ്റ് നമുക്ക് പ്രൈമർ എടുക്കാം. അപ്പോൾ ഇതാണ് താത്ത യൂസ് ചെയ്യണ പ്രൈമർ. ഹുദ ബ്യൂട്ടിൻ്റെ പ്രൈമറാണ്. വാട്ടർ പ്രൂഫാണ്. നല്ല സാധനമാണ്. ഞാനും യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല സാധനമാണ്. ഇതാണ് ഫൗണ്ടേഷൻ. ഇത് ലാക്മിയുടെ ഫൗണ്ടേഷനാണ്. പിന്നെ ഇത് ലാക്മിയുടെ കോമ്പാക്റ്റ്. ഇത് ഐഷാഡോ പാലറ്റാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റാണ്. നല്ല സാധനം കേട്ടോ, എനിക്കിഷ്ടം ഇതിലെ കളർ. അപ്പോൾ ഇതിൻ്റെ കോലം നിങ്ങൾ കണ്ടല്ലോ. ഇത് കുറേ വട്ടം വീണിട്ടുണ്ട്. അങ്ങോട്ട് ഇവിടെയൊക്കെ വെച്ച് കുറേ വീണിട്ടുണ്ട്. പിന്നെ റഷ്യയുടെ റിയയുടെ ഒക്കെ കയ്യിൽ കിട്ടിയാൽ പറയണ്ടല്ലോ. അങ്ങനെ വെച്ച് കളേഴ്സൊക്കെ മിക്സ് ആയി ആകെ അലങ്കോലമായി എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇത് നേക്കഡിന് ഒരു ബ്രഷിൻ്റെ ബോക്സാണ്. കുറേ ബ്രഷസ് ഉണ്ട്. ഇത് അധികം നമ്മൾ താത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ബ്രഷുകളാട്ടോ. എനിക്കിഷ്ടം. എല്ലാ ഗേൾസിൻ്റെയും പൗച്ചിലൊക്കെ മിക്കവാറും ഇടുന്നതാണ് മിറർ. പിന്നെ ഇത് ഒരു ലാബെല്ലോ ആണ്. ലാബെല്ലോ ഇതൊരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് നമ്മൾ തുറക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ കാണും, ബട്ട് റെഡ് കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കൈമല അത്ര വലിയ കളർ കാണൂല, പക്ഷെ നല്ല സാധനമാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ബ്ലെൻഡർ. പിന്നെ ഇത് കാജലാണ്. അപ്പോൾ ഇത് റാണി കാജൽ എന്ന് പറഞ്ഞാൽ റാണി കോളിൻ്റെ കാജലാണ്. അപ്പോൾ ഈ സാധനം എവിടെയും കിട്ടാനൊന്നുമില്ല. നമ്മൾ സൗദിയിൽ നിന്ന് എപ്പോഴും യൂസ് ചെയ്തിരുന്ന സാധനം. നല്ല കളറാട്ടോ ഇതിന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം നാട്ടിൽ വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അത് കാണാതായി. ഞങ്ങൾ താത്തയും ഞാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന കാജലായിരുന്നത്. അങ്ങനെ ഇത് കാണാതായി. പിന്നെ ഇത് ഇവിടെ എവിടെയും കിട്ടാറില്ല. പിന്നെ ഏത് സാധനം യൂസ് ചെയ്താലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അത്ര കളർ എനിക്ക് കിട്ടിയിട്ടില്ല വേറെ ഏത് കമ്പനീൻ്റെ കാജലായാലും. അങ്ങനെ പിന്നെ ഞാൻ കുറേയൊക്കെ ഐലൈനറൊക്കെ വെച്ച് അടിയിൽ വരച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു കാജലൊക്കെ. പിന്നെ ഇത് ഇപ്രാവശ്യം താത്ത പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തതിൻ്റെ അത്ര കളർ തന്നെ ഇതിലുണ്ടെങ്കിലും സാധനം അടിപൊളിയാണ്. അത്ര ബ്രാൻഡഡ് സാധനമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ സാധനം നല്ല കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെത്. ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിയിൽ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പരക്കൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ കളറ് കാണിച്ചു തരാം. നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് ഇതിൽ പെട്ടത് എന്നറിയില്ല. ഇനി ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. താത്ത ഓൺലൈനിൽ നിന്ന് ഷോപ്പ് ചെയ്തതാണ് ഒരു വാച്ച്.
അപ്പോൾ ഇത് ഐലൈനറാണ്, ലാക്മേയുടെ ഐലൈനറാണ്. ഞാൻ ഡാസ്ലറിൻ്റെ യൂസ് ചെയ്യല്. എനിക്ക് ഡാസ്ലറിൻ്റെ ബ്രഷ് ഒന്നും കൂടി കംഫർട്ടബിളായി തോന്നിയത്. താത്ത ലാക്മേയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഹിമാലയൻ്റെ കാജലാണ്. ആ മറ്റേ കാജലിൻ്റെ ലിപ്സ്റ്റിക്ക് പോലത്തെ. ഇതൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിക്കണം. ഇത് കൺസീലർ, പ്രോ കൺസീലർ. കൺസീലർ തന്നെയല്ലേ? ഇങ്ങനെ നോക്കുന്നു. ഏതാ കമ്പനി? ഇത് ഒരു റിയൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോ കൺസീലറാണ്. ഇതൊരു അടിപൊളി സാധനമാണ്. HD ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, താത്ത ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ താത്തൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഈ പൗഡർ കോമ്പാക്റ്റ് ഒക്കെ ഇട്ടാലും കുറച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് തോന്നും സ്കിന്ന്. അപ്പോൾ താത്ത ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മുഖത്ത് ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാതെ ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നല്ല ഇതായിട്ട് കിട്ടും, ഒരു ഗ്ലോയിങ് ഒക്കെ കിട്ടും. പിന്നെ ഹൈലൈറ്റർ ഇട്ടൊക്കെ ഒരു എഫക്റ്റ്, ഫൗണ്ടേഷൻ കോമ്പാക്റ്റ് എല്ലാം ഇട്ടൊരു എഫക്റ്റ് ഇതിന് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര ഈസിയാണ് ഇതിടാൻ. ബ്ലഷ്, ഇത് മസ്കാരയാണ്. ഇത് കുറേ മുമ്പത്തെ മസ്കാര. ഇത് ഒരു ഐബ്രോ പെൻസിലാണ്, മാക്സ് സോഫ്റ്റിൻ്റെ. താത്തത് ഇടയ്ക്കിടയ്ക്ക് കോൺട്ര ചെയ്യാനൊക്കെ യൂസ് ചെയ്യലുണ്ട്. ഒരു ബ്രൗൺ കളർ, നല്ല ഭംഗിയുള്ള ഒരു കളർ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച റിയൽ ബ്യൂട്ടിയുടെ പ്രോ കൺസീലർ ഇല്ല, അതിൻ്റെ തന്നെ ലിപ് ലൈനറാണ്, വാട്ടർ പ്രൂഫ് ലിപ് ലൈനർ. അത് നല്ല ഒരു കളറാട്ടോ, ഒരു പീച്ച്, ഒരു ബ്രൗൺ, അങ്ങനെ ഒരു കളർ. ഏതൊരു പഴയ ലിപ് ലൈനറാണ്, ഞാൻ കണ്ടിട്ടില്ല. റെഡ് കളറാണ്. പിന്നെ ഇത് ഒരു കാജലാണ്. ഇതിൻ്റെ കോലം നിങ്ങൾ കണ്ടത്. പിന്നൊരു പിന്നുണ്ട്. അത്രേ ഉള്ളൂ നമ്മുടെ പൗച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് പൗച്ചിൻ്റെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയ ഐഡിയ ആയിരുന്നു, അപ്പോൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. പിന്നെ ആ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. നമ്മളിപ്പോൾ 1K ലോഡിംഗ് ആണ്, അതിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇനിയും ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരണം. പിന്നെ മാത്രമല്ല, നമ്മൾ മുമ്പൊരു ഗീവ് അവേ പോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കമൻസൊക്കെ നമ്മൾ വായിച്ച് എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്യണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ നമ്മൾ പറഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ പെട്ടെന്ന് കുറച്ച് സമയം എടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെഡിക്കേഷൻ അയച്ച് ചെയ്യുന്ന വീഡിയോ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രയും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ വേണം ആ വീഡിയോ ചെയ്യാൻ. അപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ല ടൈം കിട്ടി റിലാക്സ് ആയിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്യണതാകും. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇന്നിൽ കുറച്ച് ലാഗായിട്ടായിരിക്കും വരുന്നത്. കാരണം നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാൻ ഒരു ലോഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ വീഡിയോസൊക്കെ ലാഗാവും. എന്ന് വെച്ചാൽ നമ്മൾ മറക്കൊന്നും ചെയ്യരുത്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.